മേഖലയിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ നന്ദി പറയലും, മാപ്പ് പറയലും, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയലും എല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ്, ഞാൻ ഓക്കെ ആണ് എന്ന് നമ്മൾ എപ്പോ ചിന്തിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ ഓക്കെ ആവും. ഞാൻ ഓക്കെ അല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര നേടാൻ ശ്രമിച്ചാലും എവിടെ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമ്മൾ അതിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവിടേക്ക് എത്തും. സോ നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നല്ല മനസ്സോടുകൂടി കാലുകൾ തറയിൽ ഉറപ്പിച്ചു വെക്കുക, നട്ടെല്ല് നിവർത്തുക, കൈകളിൽ മുദ്ര പിടിക്കുക, കാൽമുട്ടിൽ വെക്കുക, പതുക്കെ കണ്ണുകൾ അടക്കുക. വളരെ റിലാക്സ് ആയിക്കൊണ്ട് ശരീരം അഴിച്ചിടുക. ബലം പിടിക്കാതെ നമ്മുടെ ശ്വാസത്തിലേക്ക്, നോർമൽ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. കുറച്ചു സമയം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. ആ ചിന്തകളെ അതിൻ്റെതായ വഴിക്ക് വിടുക. നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. മനുഷ്യരാണ് നാം. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് പലവിധ ചിന്തകളും കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഫോക്കസ് പൂർണ്ണമായിട്ടും നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇനി ദീർഘശ്വാസം എടുക്കുക. 3 പ്രാവശ്യമാണ് ശ്വാസം എടുക്കേണ്ടത്. ദീർഘശ്വാസം മേലോട്ടെടുക്കുകയും പതുക്കെ പതുക്കെ താഴോട്ട് വിടുകയും ചെയ്യുക. മൂക്കിലൂടെ മേലോട്ടെടുക്കുന്നു, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, പതുക്കെ വായിലൂടെ പുറത്തേക്ക് വിടുന്നു. ശ്വാസം മേലോട്ടെടുക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എൻ്റെ ഉള്ളിലേക്ക് ഒരു ഗോൾഡൻ കളറായിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നു. അത് നമ്മുടെ തല മുതൽ കാൽപാദം വരെയുള്ള നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും ആ ഒരു പോസിറ്റീവ് എനർജി വ്യാപിച്ചു കൊണ്ടേയിരിക്കും. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്ന നെഗറ്റീവ് ചിന്തകൾ, നമുക്ക് ആവശ്യമില്ലാത്തത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും താഴെ ഇറങ്ങി ഒലിച്ചു പോകുന്നതായിട്ട് മനസ്സിൽ കാണുക. ഒരു ദീർഘശ്വാസം എടുക്കുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ദീർഘശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുക. ഇനി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെ എന്തെല്ലാം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതിനെല്ലാം നാം വിശ്വസിക്കുന്ന സൃഷ്ടാവായ ദൈവത്തോട് ആത്മാർത്ഥമായി നന്ദി പറയുക. ഒരു പുതിയ പ്രഭാതം വീണ്ടും നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും അറിവ് നേടുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവർക്ക് ഈ ഒരു പ്രഭാതം കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ദിവസം വീണ്ടും ദൈവം നൽകിയിരിക്കുകയാണ്. നല്ല ആരോഗ്യത്തോടുകൂടി, കണ്ണിന് കാഴ്ചയുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, കൈകാലുകൾക്ക് ചലനമുണ്ട്. എല്ലാ അവയവങ്ങളും നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നലത്തേക്കാളും കൂടുതൽ ഭംഗിയുള്ള, പവറുള്ള ആരോഗ്യത്തോടെ നമുക്ക് വീണ്ടും ജന്മം നൽകിയിരിക്കുകയാണ്. ആ ദൈവത്തോട് ആത്മാർത്ഥമായി സ്മരിച്ചുകൊണ്ട് നന്ദി പറയുക. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മെ വളർത്തി വലുതാക്കി നമ്മെ നാമാക്കി മാറ്റിയ സ്നേഹനിധികളായ മാതാപിതാക്കളോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. അവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെറുപ്പം മുതലേ നമുക്ക് അറിവുകൾ നൽകി, നമുക്ക് വിദ്യാഭ്യാസം നൽകി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്കിപ്പോഴും അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന
ഗുരുതുല്യരായി നാം കാണുന്ന നമ്മുടെ എല്ലാ ലീഡേഴ്സ് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അവരിൽ ജീവിച്ചിരിക്കുന്നവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളൊന്ന് വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മെ പോലെ നമ്മുടെ വിജയത്തിന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണക്കുന്ന, നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്, ഒരു സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കമ്പനി മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ സ്പോൺസേഴ്സ്, നമ്മുടെ പാർട്ട്നേഴ്സ്, എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. നല്ല സ്നേഹമുള്ള, വിനയമുള്ള, കാരുണ്യമുള്ള, അസൂയയില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ക്ലിയർഫുള്ളായ നല്ല മനസ്സിന്റെ ഒരു ഉടമയായി ഞാൻ മാറിക്കൊണ്ടിരിക്കും. ഞാൻ കാരണം ആർക്കെങ്കിലും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കും. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് കൊടുക്കുന്നു. പരിപൂർണമായും സ്ഫുടം ചെയ്ത നല്ല മനസ്സിലേക്ക് എന്റെ ലൈഫിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ യൂണിവേഴ്സിന് അഫർമേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഐ ആം വെരി വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതം ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലുമായി കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ആവശ്യമായ സമ്പാദ്യം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സമ്പത്തിനെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എല്ലാ നല്ല വഴികളിലൂടെയും എന്നിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സമ്പന്നനാവാനും എന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും വിധം ഉപയോഗപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആവശ്യമായതെല്ലാം ആവശ്യാനുസരണം ആവശ്യ സമയങ്ങളിൽ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കാരണം കുറെ ആളുകൾ ജീവിതത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ നന്മ ചെയ്യുവാനും സന്തോഷം നൽകുവാനും എനിക്കും എൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും എൻ്റെ ബിസിനസ്സിനും സാധിക്കും. വിഷ്വലൈസ് അവർ ഡ്രീംസ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന നമ്മുടെ ഒരു സ്വപ്നം, അതിയായി നാം ആഗ്രഹിക്കുന്ന, നേടണമെന്ന് വളരെ സന്തോഷത്തോടുകൂടി, വാശിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം മനസ്സിൽ കാണുക. ആ സ്വപ്നം നേടിയതായിട്ട് മനസ്സിൽ കാണുക. ആ സ്വപ്നം നേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നാം ആഗ്രഹിച്ച നമ്മുടെ സ്വപ്നം നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, എല്ലാവരോടും ആ സന്തോഷം പങ്കുവെക്കുന്നു. അത് കേൾക്കുന്ന ആളുകൾ അത്ഭുതത്തോടുകൂടി നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ കൂടെ നിൽക്കാനും ചേർത്ത് നിർത്താനും സന്തോഷത്തിൽ പങ്കുചേരാനും എല്ലാവരും ആഗ്രഹിക്കുന്നു. എത്ര വലിയ നേട്ടങ്ങൾ നേടിയാലും എല്ലാവരോടും സ്നേഹത്തോടെ വിനയത്തോടെ പെരുമാറുന്ന, നന്ദി പറയുന്ന ഒരു വ്യക്തിയായി നാം മാറിക്കൊണ്ടേയിരിക്കും. ഭൂമിയിലെ എല്ലാ ജീവജാലകങ്ങളോടും കരുണയും കടപ്പാടുമുള്ള ഒരു നല്ല വ്യക്തിത്വമായി ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും അറിവും എനിക്ക് നൽകിയ ദൈവത്തോട് ഒരിക്കൽ കൂടി നന്ദി പറയും. I can, I will, I must. I can, I will, I must. I can, I will, I must. I am the best. I am the best. I am the best. ഇനിയൊരു ദീർഘശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്ത് പതുക്കെ പതുക്കെ പുറത്തേക്ക്.
കൈകൾ രണ്ടും കൂട്ടിത്തിരുമുക, മുഖം തടവുക, തല തടവുക, ശരീരമാസകലം കൽപാദം വരെ തടവുക. ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഹഗ് ചെയ്യുക, വിഷ് ചെയ്യുക. I am rich, I am healthy, I am wealthy, I am secure. ഒന്ന് മസാജ് ചെയ്യും. സോ ഹാപ്പി മൈൻഡോടുകൂടി ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഒരുപാട് ആളുകളെ സ്വാന്തനം നൽകുവാനും ഒരുപാട് ആളുകൾ സന്തോഷം നൽകുവാനും ഒരാളെങ്കിലും നാം കൂടുമെന്ന് സന്തോഷിക്കുക, മനസ്സിൽ ചിന്തിക്കുക, പുഞ്ചിരിക്കുക, കണ്ണുകൾ തുറക്കുക. സോ വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, എല്ലാത്തിലും വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിൽക്കുക. എന്ത് ടെൻഷൻ വരികയാണെങ്കിലും, എന്ത് പ്രയാസം വരികയാണെങ്കിലും, വിഷമം വരികയാണെങ്കിലും ഒക്കെ മാറ്റി നിർത്തി എനിക്കൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് നെക്സ്റ്റ് വരുന്നത്, അതുകൊണ്ട് ഈ ടെൻഷൻ എനിക്കൊരു വിഷയമല്ല എന്ന് ചിന്തിക്കുക. ഹാപ്പി ആയിരിക്കുക, എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.